ഇന്നത്തെ കാലത്ത് ഒരുവിധം എല്ലാ ചെറുപ്പക്കാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഗ്രേ ഹെയർ എന്നുള്ളത്. അതായത് പ്രീമെച്യൂർഡായിട്ട് വരുന്ന ഗ്രേയിങ്. അതായത് ഒരു 25+ തൊട്ട് ഹെയറിൽ ഗ്രേ കളർ വരുന്നുണ്ട്. എൻ്റെ ഹെയറിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ സെൻറ്റർ പോർഷനിൽ ഗ്രേ ഹെയർ ഉണ്ടായിരുന്നു. എന്നാൽ അതിപ്പോൾ നല്ല രീതിയിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ മുന്നത്തെ പിക്കൊന്നും ഇല്ല, കുറച്ചും കൂടി ഉള്ളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റും, എൻ്റെ നിറയുടെ വശത്തൊക്കെ അത്യാവശ്യം ഗ്രേ കളർ ഉണ്ടായിരുന്നു. ഈ ഫോട്ടോയിലൊക്കെ കാണുന്ന രീതിക്ക് ചെറിയതായിട്ട് ഇതിലിപ്പോൾ ഒരുവിധം നന്നായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതേപോലെ ഒന്നല്ല, ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും എനിക്ക് ആ നടുവാച്ചിലിടുന്ന ആ ഒരു പോർഷനിലൊക്കെ നല്ല രീതിക്ക് തന്നെ ഗ്രേ ഹെയർ ഉണ്ടായിരുന്നു. നല്ല വൈറ്റ് ആയിട്ടല്ല, എന്നാലും ഒരു ഗ്രേയിഷ് കളറായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് ആ സമയത്തൊക്കെ എനിക്ക് എന്താ പറയുക, ഈ ഒരുപാട് ഇങ്ങനെ ഹോർമോണൽ ചേഞ്ചസ് അല്ലെങ്കിൽ നമുക്ക് ടെൻഷൻ കാര്യങ്ങൾ, നമ്മൾ ഇപ്പോൾ എഡിറ്റിംഗ് ആയാലും ഇപ്പോൾ നമ്മൾ സ്ട്രെസ് ആവുന്ന സമയത്തൊക്കെയാണ് നമുക്ക് കൂടുതൽ വരുന്നത്. അപ്പോൾ ഞാനത് എങ്ങനെ ഫേസ് ചെയ്തു, എനിക്ക് എങ്ങനെ മാറ്റാൻ പറ്റി, അതിൻ്റെ കൂട്ടത്തിൻ്റെ ഹെയറിൽ എങ്ങനെയാണ് നല്ല വോളിയം എല്ലാം കൂടി ഒരു സംഭവം ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ. അതായത് ഞാൻ ഒരു ഹെയർ ഓയിൽ ട്രൈ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് നല്ല ചേഞ്ച് വന്നു. നല്ല ഹെയർ സ്ട്രാൻഡ്സ് നല്ല തിക്കായി, ഒരുപാട് ബേബി ഹെയർ വന്നു. നന്നായിട്ട് നിങ്ങൾക്ക് ഗ്രേ ഹെയർ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യേണ്ട ഒരു ഓയിലാണ് ഞാനിന്ന് വീട്ടിൽ ഇവിടെ ഉണ്ടാക്കി കാണിച്ചു തരാം. നല്ല രീതിയിൽ കണ്ടോ, എൻ്റെ ഹെയർ സ്ട്രാൻഡ്സൊക്കെ നല്ല കട്ടി വെച്ചു. ഗ്രേ ഹെയറൊക്കെ വളരെ ചെറിയ രീതിയിൽ, ഇപ്പോൾ ഇച്ചിരി നെറ്റിയുടെ ഭാഗത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് കുറഞ്ഞു. ഹലോ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഒരു ഹെയർ കെയർ റൊട്ടീൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ കുറച്ച് നാളുകളായിട്ട് ഒരു ഹെയർ ഓയിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരു ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് ഞാൻ എൻ്റെ ഹെയറിൻ്റെ ലെങ്ത്ത് കൂട്ടാനല്ല, വോളിയം കൂട്ടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചെറിയ രീതിയിലൊക്കെ റിസൾട്ട് തോന്നിയത് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ 100% ഗ്യാരൻറ്റിയോട് കൂടി, എൻ്റെ ഹെയർ നന്നായിട്ട് ഇവിടെ ഗ്രേ ഹെയർ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് അവിടെ ഇവിടെയും കൂടി ഉള്ളൂ. ഇത് യൂസ് ചെയ്യുമ്പം നമുക്ക് ഹെയർ ബ്ലാക്ക് ആവാനായിട്ട്, അതായത് എന്താ പറയുക, നാച്ചുറലി ഹെയർ ഡൈ ചെയ്യാണ്ട് നാച്ചുറലി ഹെയറിലോട്ട് പ്രീമെച്യൂർഡായിട്ട് വരുന്ന ഗ്രേയിങ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സംഭവം ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ ഓയിലാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഹെയറിൽ അത്യാവശ്യം ഹെയർ സ്ട്രാൻഡ്സ് തിക്കാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു ഓയിലാണേ. അപ്പോൾ ഞാനത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറമ്പിലായ കാരണം വല്ല ഇഴജന്തുക്കൾ വരുന്നുണ്ടോ എന്ന് നോക്കണ്ട, ജാതി സൗണ്ടൊക്കെ ഇടയ്ക്ക്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് ബാക്ക്ഗ്രൗണ്ട് മാറ്റി പിടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങിയത്. അപ്പോൾ ഇച്ചിരി കരിവേപ്പില പൊട്ടിക്കണമായിരുന്നു. വേപ്പിലയും പൊട്ടിച്ചിനി നമുക്ക് 1-2 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി നന്നായിട്ട് ഹെയറിനെ ബ്ലാക്ക് കളറാക്കാനും. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ ചെമ്പിച്ച ഹെയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ, ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഹെയറിൽ കറുത്ത മുടിക്ക് പകരം ചിലരൊരു ചെമ്പിച്ച കളറൊക്കെ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഹെയറിൽ ബ്ലാക്ക് കളറൊക്കെ കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഓയിലാണ്. ഇപ്പോൾ ഒരു 3 മാസം തുടങ്ങിയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന, പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാണ്ട് നമുക്കൊരു 6 മാസം വരെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ഓയിലാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. ഒരു 250 ml ഓഫ് വെളിച്ചെണ്ണയിലാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അതിനുള്ള മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനോട് മെയിനായിട്ട് ആവശ്യമുള്ളത് നമ്മുടെ ഈ ഹെയർ കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പിലയും പിന്നെ മറ്റൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെയാണ് ഇതിൽ മെയിനായിട്ട് വേണ്ടത്. ആ ഒരു സംഭവം എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഹെയറിൽ ഈ സംഭവം ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. നമ്മൾ നോർമലി കുട്ടികൾക്കൊക്കെ മരുന്നായിട്ടൊക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ അതും കൂടെ നമുക്ക് പറിച്ചിട്ട് വരാം, നമ്മുടെ ഇവിടെ പറമ്പിലുണ്ട്. അപ്പോൾ അതും കൂടി പൊട്ടിച്ചിട്ട് നമുക്ക് ഓയിൽ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വരാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പനിക്കൂർക്കയുടെ ഇലയാണ് ഇനി വേണ്ട കേട്ടോ, അത് പൊട്ടിച്ചിട്ട് വരാം. ഈ ഒരു ഹെയർ ഓയിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ഹെയർ ഗ്രേ ഹെയർ ആണ്, പ്രീമെച്യൂർഡ് ആയിട്ടുള്ള ഗ്രേ ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കരിവേപ്പിലയാണ് ആദ്യം വേണ്ടത്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന കരിവേപ്പില ഒരിക്കലും എടുക്കരുത്. ഞാനിവിടെ പറയുന്ന എല്ലാ പോയിൻറ്റ്സുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അതായത് ഇത് കാച്ചുന്ന രീതി ഒക്കെ മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ രീതിയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഹെയറിൽ നല്ല
തിക്കായിട്ട് മുടി വളരാനും നിങ്ങൾക്ക് സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ട്. മുടിയുടെ ഒരുപാട് പേര് പറയുന്ന പരാതിയാണ്, മുടി വളരുന്നുണ്ട്, മുടിയുടെ കടവശം നല്ല തിക്കുണ്ട്, എന്നാൽ ശോഷിച്ചു വരികയാണ് അടിയിലേക്ക് വരുമ്പോൾ എന്നൊക്കെ. പക്ഷേങ്കിൽ പറയുന്ന രീതിയിൽ ഞാനിതിൽ ഒരുപാട് ടിപ്സ് പറയുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ. നമ്മൾ എങ്ങനെ ഓയിൽ ചെയ്യണം, എങ്ങനെ ഓയിൽ കാച്ചണം, എങ്ങനെ ഓയിൽ ഇട്ടിട്ട് വെക്കണം, എത്ര സമയം വെക്കണം, എത്ര ദിവസം വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. വ്യക്തമായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. ഇപ്പോൾ നമ്മൾ പനിക്കൂർക്കയുടെ എല്ലാം നുള്ളി എടുക്കുന്നുണ്ട്. ഒരു പിടി, ഒരു ഹാൻഡ്ഫുൾ പനിക്കൂർക്കയാണ് വേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു പിടിയോളം, ഒരു പിടി തണ്ട് കരിവേപ്പിലും കൂടെ വേണ്ട. ഇപ്പോൾ മുറ്റത്ത് കുറച്ച് ഉണ്ട്, അത് അവിടെ നിന്നും പൊട്ടിച്ചെടുക്കാം. കാരണം ഇപ്പോൾ നന്നായിട്ട് ജലദോഷം പിടിക്കുന്ന കാരണം കൊണ്ടേ പനിക്കൂർക്കയൊക്കെ നുള്ളി ഒരുവിധം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് പനിക്കൂർക്കയും കൂടി ഉണ്ട്, അതിൽ നിന്നും കൂടി കുറച്ച് നുള്ളി എടുക്കാം. ഈ 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി നമ്മുടെ ഹെയർ ലെങ്ത്ത് വയ്ക്കാനും അതേസമയം തിക്ക് വയ്ക്കാനും. നമുക്ക് ഇനി എന്തെങ്കിലും തരത്തിലുള്ള നീർക്കെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, നീരിറക്കം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ സംഭവം പനിക്കൂർക്ക ഉള്ളതുകൊണ്ട് നമുക്ക് കോൾഡ് കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊരു പിടി ഇത്രയ്ക്ക് മതി പനിക്കൂർക്ക. ഇത് നമ്മളൊരു 250 ml കോക്കനട്ട് ഓയിൽ, സാധാരണ ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് 250 ml അളവ് പറയുന്നത് കേട്ടോ. ഇത് ഒരുപാട് കൂടിയോണ്ട് നമുക്ക് ബെനിഫിറ്റ് ഇല്ല, എന്നാൽ ഇത്ര അളവ് എടുക്കണം കേട്ടോ. ഈ ഒരു അളവ് നമ്മൾ എടുക്കണം. 2 തണ്ട് ഇല ഇട്ടുകൊണ്ടൊന്നും കാര്യമില്ല കേട്ടോ. ഞാൻ പറയുന്ന അതേ അളവിൽ നിങ്ങൾ എടുക്കുക. ഒരു പിടി, ഇതുപോലെ ഒരു പിടി പനിക്കൂർക്കയുടെ ഇല നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളം ഇല്ലാണ്ട് എടുത്ത് വയ്ക്കുക കേട്ടോ, തുടച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതിലോട്ട് ഒരു പിടി തന്നെ കരിവേപ്പിലയുടെ തണ്ടടക്കം ഒരു പിടി, ഇങ്ങനെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ഇല മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ. ആ തണ്ടിൽ നിന്ന് നമുക്ക് ലീഫ് ഉരിഞ്ഞ് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെള്ളം ഇല്ലാണ്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. പനിക്കൂർക്കയുടെയും കരിവേപ്പിലയുടെയും ഗുണങ്ങൾ ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാം. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ്, അതുപോലെ തന്നെ ഹെയറിനായാലും ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. ഇത് നമുക്ക് ഉണങ്ങിയ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അതായത് ഇതിൽ ചെറിയ രീതിയിലുള്ള അത് വെള്ളം ഇങ്ങനെ അരയ്ക്കുമ്പോൾ വരുമല്ലോ, കാരണം ലീഫ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം വരും. അപ്പോൾ ജസ്റ്റ് ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. വെള്ളം ഒട്ടും തന്നെ ഒരു പൊടിക്ക് പോലും നിങ്ങൾ വെള്ളം ചേർക്കരുത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് കിട്ടില്ല. മെയിനായിട്ട് നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എന്നാൽ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഹെയർ ഡൈ ഉണ്ടല്ലോ, നമ്മൾ ബ്ലാക്ക് കളറിൽ കലക്കി തേക്കുന്ന, അത് വാഷ് ചെയ്യുമ്പോൾ വരുന്ന ബ്ലാക്ക് കളർ, അങ്ങനെയൊന്നും ഇതിൽ നിന്ന് വരില്ല കേട്ടോ. ഇത് നമുക്ക് ഗ്രാജുവലി ഡെയിലി യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഗ്രേ ഹെയർ വരാണ്ടിരിക്കാനും, വന്ന ഹെയറിനെ പ്രീമച്യൂർഡായിട്ടുള്ള ഹെയർ ആട്ടോ ഞാൻ പറയുന്നത്. അല്ലാണ്ട് ഇപ്പോൾ 10-50 വയസ്സായവരുടെ നരച്ച മുടിയൊന്നും കറുപ്പിക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഇത് നമുക്ക് ഹെൽത്തിന് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വന്നിട്ട് പ്രീമച്യൂർഡായിട്ടുള്ള ഗ്രേയിങ് ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റാനായിട്ട് അടിപൊളിയാണ്. നിങ്ങൾ ആർക്ക് വേണമെങ്കിലും റെക്കമെൻഡ് ചെയ്തോളൂ. 100% ഞാൻ ഗ്യാരണ്ടി പറയുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു 250 ml വെളിച്ചെണ്ണ എടുത്തിട്ട് അതിൻ്റോടൊപ്പം തന്നെ നമുക്ക് ഈ അരച്ച് വെച്ച സാധനങ്ങളും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മുരിയിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയുടെ കളറൊരു ഇതിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. അപ്പോൾ എടുക്കുന്ന പാത്രം നമ്മൾ ഇരുമ്പിൻ്റെ പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരുമ്പില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ഇൻഡാലിയത്തിൻ്റെ എടുത്തേക്കണം. ഫ്രൈ പാനോ കാര്യങ്ങളോ ഒന്നും എടുക്കരുത് കേട്ടോ. അപ്പം ഇങ്ങനെ അടികെട്ടിയുള്ള പാത്രത്തിലാക്കി വെക്കുക. ഇതിലൊരു ശബ്ദം ഉണ്ടാവും, പിരിപിരിന്നതിന് ശബ്ദം. ആ ശബ്ദം നിൽക്കുമ്പോൾ ഒരു മണൽത്തരി പോലെ ആയിട്ടുണ്ടാവും നമ്മുടെ ഈ ഇലകളൊക്കെ. ആ ഒരു അളവിലെത്തുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്ത് അപ്പോൾ തന്നെ നമ്മളിത് സ്ട്രെയിൻ ചെയ്യണം കേട്ടോ. തണുത്തതിന് ശേഷം സ്ട്രെയിൻ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലത്തെ സത്ത് മുഴുവൻ ഈ ഇല വീണ്ടും വലിച്ചെടുത്തിട്ട് നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് ഒന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്റ്റീലിൻ്റെയോ ഇരുമ്പിനിങ്ങനെ അരിപ്പ ഉണ്ടാവില്ല, ആ അരിപ്പയിൽ കൂടി നമുക്കിത് കംപ്ലീറ്റ്ലി അരിച്ചെടുക്കാം കേട്ടോ. ഇത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ നീരുവീഴ്ച വരാണ്ടിരിക്കാനും എല്ലാത്തിനും യൂസ് ചെയ്യാം. ഇപ്പോൾ എണ്ണ ഉപയോഗിക്കുമ്പോൾ നീരിറക്കം വരുന്നു എന്ന് പറയുന്ന എല്ലാവർക്കും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ചെറിയൊരു ഈ കപ്പിലേക്ക് എടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ചൂട്ടോടെ തന്നെ അരിച്ചെടുക്കണം, എന്നാലാണ് ഇതിലെ ഫുൾ ഓയിൽ നമുക്ക് ഇലയിൽ പിടിക്കാൻ പറ്റാണ്ട് അങ്ങോട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അവനെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ കുട്ടൂസാണ് വന്നേക്കണം കേട്ടോ. അപ്പോൾ അവന് ഞാൻ പറഞ്ഞു ഇത് ചൂടൊക്കെ ഉണ്ട്, കൈമ പൊള്ളും, പക്ഷെ എന്നാലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അങ്ങനെ പിടിച്ച് തന്ന കാരണം എനിക്ക് ഒന്നും കൂടി എളുപ്പമായി. കാരണം ആ ചീഞ്ചട്ടിയിൽ നിന്ന് ഇങ്ങനെ നമുക്ക് ഒഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്.
അപ്പോൾ നമ്മൾ ഈ ഓയിൽ നമുക്ക് ഓവർനൈറ്റ് തലയിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു ഓയിലാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നീരിറക്കം കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 1 ഹവറെങ്കിലും മിനിമം തലയിൽ വെച്ചതിന് ശേഷം മാത്രം വാഷ് ചെയ്യുക. വെറുതെ തേച്ച് വെച്ചുകൊണ്ട് കാര്യമില്ല. അതിൻ്റെ ടിപ്സും കാര്യങ്ങളും ഞാൻ വഴിയെ പറഞ്ഞുതരാം കേട്ടോ. ഇതിൻ്റെ ലാസ്റ്റിൽ പറഞ്ഞു തരാം. അതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ മുടിയിൽ വന്ന ചേഞ്ച് പോലെ നിങ്ങളുടെ ഹെയറിലും ഡെഫിനറ്റ്ലി വരും. നല്ല തുമ്പ് ഭാഗം വരെ നല്ല കട്ടിയോടുകൂടി നല്ല ഹെൽത്തി ആയിട്ട് ലോങ് ഹെയർ വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ചൂട്ടോടെ തന്നെ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്ന മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഹെയറിനെ കറുപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നാച്ചുറലായിട്ട് ഡൈ ചെയ്യാൻ വേണ്ടിയിട്ട് തേയിലപ്പൊടിയാണ് കേട്ടോ. തേയിലയുടെ ബെനിഫിറ്റ്സ് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാം. നമ്മുടെ ഹെയർ ബ്ലാക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഹെന്ന ചെയ്യുമ്പോൾ നമ്മൾ ഇടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഒരു 3 ടീസ്പൂൺ 250 ml വെളിച്ചെണ്ണയിലോട്ട് ഒരു ചെറിയ സ്പൂണാണ് കേട്ടോ, അത് മീഡിയം സൈസിൽ വരുന്ന ഒരു സ്പൂണിൽ 3 സ്പൂണാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അളവൊന്നും കുറയ്ക്കാനോ കൂട്ടാനോ ഒന്നും നിൽക്കണ്ട. 250 ml ഒരു ഹാൻഡ്ഫുൾ പനിക്കൂർക്കയുടെ ഇലയും അതുപോലെ തന്നെ ഒരു ഹാൻഡ്ഫുള്ള് നമ്മുടെ കരിവേപ്പിലയും അതുപോലെ തന്നെ 3 സ്പൂണ് നമ്മുടെ തേയിലപ്പൊടിയും കൂടെ ഇടാം കേട്ടോ. ഇപ്പം നല്ലൊരു പച്ച കളറിലാണ് ഇരിക്കുന്നത്, പക്ഷേ ഇത് നമ്മൾ ഇരിക്കും തോറും നല്ല ബ്ലാക്ക് കളർ എണ്ണയായിട്ട് മാറും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനിപ്പോൾ സ്ട്രെയിൻ ചെയ്യൊന്നും വേണ്ട. നമ്മൾ ഏത് കുപ്പിയിലാണോ പകർത്തുന്നതെന്ന് വെച്ചാൽ അതിലോട്ട് അങ്ങനെ തന്നെ ഈ തേയിലക്കൊറ്റിന് അടക്കം വെക്കുക കേട്ടോ. അപ്പോൾ നമുക്കൊരു 6 മാസം പുറത്ത് ഇത് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ഫ്രിഡ്ജിലെ കാര്യങ്ങളൊന്നും വെക്കണ്ട കേട്ടോ. നന്നായിട്ട് ഇതിൽ തന്നെ ഇരുന്ന് ഈ ചൂട്ടോടെ ഇരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക പ്രവർത്തനം നടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ മേലെ ഒരു വൈറ്റ് കളറിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു തിള വരുന്ന പോലെ, തിളയ്ക്കുന്ന ഒരു തിള വരില്ല എന്നാലും ആ ഒരു ഇതിൻ്റെ ഒരു പ്രവർത്തനം ഇങ്ങനെ നടക്കുമ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതൊരു കുപ്പിയിലോട്ട് മാറ്റാൻ വേണ്ടി പോകണം. അപ്പോൾ എൻ്റെ ഒരു ഫണലില്ലാത്ത ഞാനൊരു ലീഫ് നമ്മുടെ ഒന്നല്ലെങ്കിൽ മാവിൻ്റെ അല്ലെങ്കിൽ പ്ലാവിൻ്റെ ഒക്കെ എടുക്കില്ല. അപ്പോൾ ഞാൻ കശുമാവിൻ്റെ ഇല എടുത്തിട്ട് ഇങ്ങനെ കുമ്പിളി കുത്തിയിട്ട് ഈർക്കിളി വെച്ചിട്ട് ഇങ്ങനെ വെക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിലിൻ്റെ കുപ്പിയിലോട്ട് പകർത്തി വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ചൂടാറിയിട്ടുണ്ട്. ഇതിൻ്റെ തുമ്പ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ ഈസി ആയിട്ട് ബോട്ടിലോട്ട് സെർവ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ബോട്ടിലാണ് നോർമലി ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാറ്. നമുക്ക് അപ്ലൈ ചെയ്യാനും എല്ലാത്തിനും ഈസിയാണ്. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ കൊറ്റനടക്കം ഷായിലയുടെ കൊറ്റനടക്കം മാറ്റി കുപ്പിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കൊള്ളുമെന്ന് അറിഞ്ഞുകൂടാ, കാരണം ഇത് തേയില കൊറ്റനും കൂടി ഉള്ള കാരണം. ഇത് 250 ml ബോട്ടിലാണ് കേട്ടോ. ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എത്ര ഒഴിച്ചാലും ഇത്തിരി പോകാറുണ്ട്, കണ്ടില്ലേ. അതുപോലെ തന്നെ നമുക്ക് പാത്രം മടിയിൽ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ എന്തെങ്കിലും വേസ്റ്റ് ആവുകയാണെങ്കിൽ നമുക്ക് ഇന്നൊക്കെ തേക്കുമ്പോൾ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നന്നായിട്ട് ബ്ലാക്ക് കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി തിരിക്കും തോറും നല്ല ബ്ലാക്ക് കളറാവും കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ്ലായിട്ട് യൂസ് ചെയ്യുമ്പോൾ പ്രീമച്യൂർഡായിട്ട് വരുന്ന ഗ്രേയിങ്ങും ഒക്കെ മാറ്റി നല്ല ബ്ലാക്ക് കളർ വരാൻ നല്ലതാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുടിക്ക് കറുപ്പ് കുറവുള്ള കുട്ടികൾക്ക് നല്ല കറുത്ത് ഇടതൂർന്ന മുടി എന്നൊക്കെ പറയില്ലേ, അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ കിട്ടാനും ഹെൽപ്പ് ചെയ്യും. അതിന് വീഡിയോ സൈഡിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഓയിൽ ഈ ബോട്ടിൽ വെച്ച് ഡയറക്റ്റ്ലി സ്കാൽപ്പിലോട്ട് അപ്ലൈ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഹോട്ട് ഓയിൽ മസാജ് ആയിട്ട് ഡബിൾ ബോയിലിംഗ് വഴി ഈ ഓയിൽ തേക്കുന്ന സമയത്ത് കുറച്ചെടുത്ത് ചൂടാക്കിയതിന് ശേഷം ആയാലും അപ്ലൈ ചെയ്യാം കേട്ടോ. അതിന് ശേഷം നന്നായിട്ട് ഫിംഗർ വെച്ചിട്ട് നഖം വെച്ചിട്ട് കൊള്ളാണ്ട് ശ്രദ്ധിക്കുക, റൗണ്ടിൽ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് 4 ഫിംഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. ഇത് നമ്മൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക. അതായത് നമ്മൾ കൈ നല്ല ബലത്തിൽ പിടിച്ച് തട്ടരുത്, നന്നായിട്ട് ലൂസായിട്ട് പിടിച്ചൊന്ന് തട്ടി കൊടുക്കുന്നത് വഴി നമ്മുടെ എല്ലാ പ്രഷർ പോയിൻറ്റിലും ഒരു മസാജിങ് വന്നിട്ട് ഹെയർ ഗ്രോത്ത് കൂട്ടാനും അതുപോലെ തന്നെ ഹെയർ ഫോളിക്കിൾസ് ഓപ്പണായിട്ട് പുതിയ ഹെയറിൻ്റെ റൂട്ട്സ് ഫോം ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റായിട്ട് വരുന്ന ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ നെയിൽ വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമ്മൾ ഓയിൽ ലൈറ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓവർനൈറ്റ് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 1 ഹവറെങ്കിലും ഹെയറിൽ സ്കാൽപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. വീക്ക്ലി 3 ടൈംസ് എന്ന് പറഞ്ഞോണം ഒരു 6 മാസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നന്നായിട്ട് ഗ്രേ ഹെയർ മാറി നല്ല ബ്ലാക്ക് ഹെയർ ആയിട്ട് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.